ബഹുമാനരായ സഹോദരന്മാരെ, നമ്മളുടെ ഇന്നത്തെ ചൂടുപിടിച്ച ചർച്ചകളിലൊന്ന് തിരുവനന്തപുരം ജില്ലയിലെ പനിച്ചിമൂടിൽ നിന്ന് 100 മുജാഹിദുകൾ കാന്തപുരം സുന്നിയിലേക്ക് ചേക്കേറി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇന്നത്തെ ചർച്ച. സ്വാഭാവികമായും ആ കേട്ട വാർത്തയുടെ നിജസ്ഥിതി അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം, പടച്ചോനെ തൗഹീദും സുന്നത്തും ഒക്കെ അംഗീകരിച്ച ആളുകൾ ഷിർക്കിലേക്കും ഖുറാഫാത്തിലേക്കും തഖ്ലീദിലേക്കും ഒക്കെ പോയി എന്നറിയുമ്പോൾ സ്വാഭാവികമായി വിശ്വാസികൾ എന്ന നിലക്കൊരു വേദന ഉണ്ടാവും. അതുകൊണ്ട് എനിക്കറിയാവുന്ന കുറച്ച് യാഥാർത്ഥ്യങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്ത ഒരാളാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. സഹോദരങ്ങളെ, വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 100 ആളുകൾ എന്നത് അവരുടെ നുണയം. തിരുവനന്തപുരത്ത് നിന്ന് കൃത്യമായി നമുക്ക് കിട്ടുന്ന വിവരം, അജ്മൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഈ അജ്മൽ ആരാണ് എന്ന് ചോദിച്ചാൽ RSSലെ കുടുംബത്തിൽപ്പെട്ട ഒരു പയ്യനായിരുന്നു. നമ്മളുടെ പ്രോഫ്കോണിൽ, MSMന്റെ പ്രോഫ്കോണിൽ വർഷങ്ങളുടെ മുമ്പ് പ്രോഫ്കോണിൽ അവൻ സംസാരിച്ച് മീറ്റ് ദ റിവേർട്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. തൃശൂർ വെച്ച് നടന്ന മീറ്റ് ദ റിവേർട്ട് എന്ന് പറയുന്ന പരിപാടിയിൽ ഡോക്ടർ മീനയുടെ കൂടെ സംസാരിച്ച അജ്മൽ എന്ന് പറയുന്ന ഒരു പയ്യനെ നിങ്ങൾ ഓർമ്മയുണ്ടാവും. അവൻ RSSന്റെ ശാഖയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു പയ്യനാണ്. അപ്പൊ അവന്റെ അച്ഛൻ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് വളരെ രൂക്ഷമായി വിമർശിക്കുകയും അത്തരം പുസ്തകങ്ങളാണ് അവർ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ മോശമായ ചിന്തയിൽ കഴിഞ്ഞുകൂടിയ കാലഘട്ടത്തിലാണ് അവൻ ഈ പുസ്തകങ്ങളിലൂടെ ഇസ്ലാമിനെ പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും അങ്ങനെ അതിനുശേഷം ഇസ്ലാം സ്വീകരിച്ച് അവൻ AP സുന്നിയായി. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, കാന്തപുരം ഉസ്താദിന്റെ കൂടെ AP സുന്നിയായി ദർഗകളിലും മറ്റു പരിസരങ്ങളിലും ഒക്കെ പോയി. അപ്പൊ അത് ശരിയല്ല എന്ന് ആ കാലഘട്ടത്തിൽ അവന്റെ മനസ്സിന് ബോധ്യപ്പെട്ടിട്ടാണ് അവൻ പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. ഒരിക്കലും ഉറച്ചു നിൽക്കാത്തൊരു മനസ്സിന്റെ ഉടമയാണ് ഈ അജ്മൽ എന്ന് പറയുന്ന പയ്യൻ. എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരനാണ്. കേരളത്തിലുള്ള എല്ലാ സംഘടനകളിലും അവൻ ചേക്കേറിയിട്ടുണ്ട്. കേരളത്തിലുള്ള എല്ലാ സംഘടനകളിലും അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ചേക്കേറിയിട്ടുണ്ട്. മങ്കടയുടെ കൂടെ പോയിട്ടുണ്ട്, AP സുന്നികളുടെ കൂടെ പോയിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിൽ പോയിട്ടുണ്ട്, NDFന്റെ സഹയാത്രികനായി യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെ കൂടെയും ഒരിക്കലും ഉറച്ച വിശ്വാസമില്ലാത്തൊരു പയ്യനാണ്. അപ്പൊ അവൻ ജീവിക്കുന്ന ഏരിയയിൽ 10 ആളുകൾ, 100 ആളുകളല്ല 10 ആളുകൾ. കാന്തപുരം സുന്നികൾക്ക് 10 എന്ന് പറഞ്ഞാൽ 100 100 എന്ന് പറഞ്ഞാൽ 1000. കാരണം സ്കൂൾ പഠിച്ചിട്ടില്ലല്ലോ, പള്ളി ദർസ് ചൊറിഞ്ഞുത്തിരിഞ്ഞ് പഠിച്ചപ്പോ 10 എന്നുള്ളത് 100 വായിച്ചതാണ്. കാരണം സ്കൂളിൽ പോയി കണക്കൊന്നും പഠിക്കാത്ത സഖാഫിമാര് പള്ളി ദർസിൽ ചൊറിഞ്ഞുത്തിരിഞ്ഞ് ഓതിയോണ്ട് അവർക്ക് അത്രേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. 10 ആളുകൾ, അത് നമ്മുടെ പ്രവർത്തകരെന്നും പറയാൻ പറ്റിയ ആളുകളല്ല. ഏതൊരു നാട്ടിലും അനുഭാവികളായ കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ തിരുവനന്തപുരത്ത് 2000-ഓളം ആളുകൾ പള്ളിയിൽ പങ്കെടുക്കാറുണ്ട്. അതിൽ 100ഓളം ആളുകൾ മാത്രമാണ് മുജാഹിദുകളായിട്ടുള്ളത് തന്നെ. ബാക്കിയുള്ള മുഴുവൻ ആളുകളും അനുഭാവികളാണ്. അപ്പൊ മുജാഹിദ് പള്ളിയിൽ വരുന്ന കുറച്ച് ആളുകൾ ജമായത്തിൽ പോയാൽ മുജാഹിദുകൾ ജമായത്തായി എന്ന് ലോകത്താരും പറയാറില്ല. ഇനി ഇതിൽ വളരെ ഗൗരവമായി നമ്മൾ അറിയേണ്ട വളരെ പ്രധാനമായ ഒരു പോയിന്റ് എന്താണ്? ഇസ്ലാമികമായി ഹുദൈബിയ സന്ധി സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കാ മുശ്രിക്കുകളുമായുള്ള കരാറിൽ വളരെ പ്രധാനമായ ഒരു പോയിന്റ് ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ പ്രധാനമായ ഒരു പോയിന്റ് ആയിരുന്നു. എന്ത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിങ്ങളിൽ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് വന്നാൽ നിങ്ങൾ ഇങ്ങോട്ട് എന്ത് ചെയ്യേണ്ടതില്ല? മടക്കി അയക്കേണ്ടതില്ല. വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. മുസ്ലിങ്ങൾ ഇവിടെ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് വന്നാൽ എന്ത് ചെയ്യേണ്ടതില്ല? നിങ്ങൾ ഇങ്ങോട്ട് മടക്കി അയക്കേണ്ടതില്ല. ഇനി അവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ അങ്ങോട്ട് മടക്കി അയക്കുകയും ചെയ്യാമെന്നായിരുന്നു. കാരണം നബിക്കറിയാം, ശരിക്കും ഇസ്ലാം പഠിച്ചു വന്ന ഒരാളും ഒരിക്കലും എന്ത് ചെയ്യില്ല? യഥാർത്ഥ ഇസ്ലാം എന്ന് അങ്ങോട്ട് മടങ്ങിപ്പോവില്ല, ഒരിക്കലും മടങ്ങിപ്പോവില്ല. നേരെ മറിച്ച് യഥാർത്ഥ ആദർശം ഉൾക്കൊള്ളാതെ മറ്റു പലതിനും, ഈ അജ്മൽ എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഏറെ ലക്ഷ്യങ്ങളുള്ള ഒരു പയ്യനാണ്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ സുന്നികൾ എനിക്ക് പല സൗകര്യങ്ങളും ചെയ്തു തരാം എന്ന് പറയുകയും ഞാൻ അങ്ങോട്ട് പോകുമെന്ന് തമാശയായി നമ്മുടെ പള്ളിയിലൊക്കെ പ്രവർത്തകരോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പയ്യനാണ്. ഈ സന്ദർഭത്തിൽ തന്നെ അത് ഉണ്ടാകുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നമ്മളെ ചൊടിപ്പിക്കാനാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്തോ വലിയ തകരാറുകൾ സംഭവിച്ചു എന്ന് തോന്നിപ്പിക്കാനുള്ള ഒരു ട്രിക്ക് മാത്രമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം
നമുക്കറിയാവുന്ന വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനമായ ഒരു കാര്യം എന്താണ്? വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനമായ കാര്യം വലാകിന്ന അക്സറ അന്നാസി ലാ യഅലമൂൻ വലാകിന്ന അക്സറ അന്നാസി ലാ യഅഖിലൂൻ വലാകിന്ന അക്സറ അന്നാസി ലാ യശ്ഉറൂൻ. മനുഷ്യരിൽ മഹാഭൂരിപക്ഷം ആളുകളും, ഇപ്പൊ നമുക്കറിയാലോ, ധാരാളം ആളുകൾ ഇവിടെ ബൗദ്ധൈവ വിശ്വാസികളായിട്ട് ജീവിക്കുന്നു. അവരൊക്കെ സുന്നിയായി എന്ന് വേണമെങ്കിൽ പറയാം. ദർഗകളിലും ബിംബാരാധനകളിലും ഒക്കെ ആയിട്ട് കഴിയുന്ന ആളുകൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എന്നോളുള്ള ചരിത്രം, യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനം പഠിച്ച ഒരാൾക്കും സമസ്തക്കാരനാകാൻ കഴിയില്ല. ഏതുപോലെ മദ്യപാനം ഉപേക്ഷിച്ച് ജീവിച്ച് കുറെ കാലം ജീവിച്ച 100 പേര് ഒന്നിച്ച് മദ്യപിക്കുന്ന ആളുകളായി എന്നത് സന്തോഷകരമായ ആരെങ്കിലും കൊണ്ടാടുവോ? പ്രിയപ്പെട്ടവരെ, മദ്യപിക്കാതെ ജീവിച്ച ഒരാള് അയാൾ മദ്യപാനിയായി എന്ന് പറയുന്നത് മദ്യപാനത്തിൽപ്പെട്ട ആളുകൾ സന്തോഷിക്കുന്നത് പോലെ ഏകനായ പടച്ചതമ്പുരാനെ മാത്രം ആരാധിക്കുന്നതിൽ നിന്ന് ശിർക്ക് ചെയ്ത് നരകാവകാശിയാകാൻ വേണ്ടി ഞങ്ങളിലേക്ക് കുറച്ച് ആള് വന്നു എന്നത് സന്തോഷിക്കുന്ന ലോകത്തിലെ ഏക ടീം സമസ്തക്കാരല്ലാതെ വേറെ ആരാള്? അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളും. പിന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദ് പഠിപ്പിച്ച ഒരു വിഭാഗം ആളുകൾ തൗറാത്തിന്റെ ഏട് വാങ്ങാൻ പോയ ആ സമയത്ത് പച്ച മുശ്രിക്കുകളായി. പശുക്കുട്ടിയെ ഉണ്ടാക്കി ഇതാണ് നിങ്ങളെ പടച്ചോൻ എന്ന് പറയുമ്പോഴേക്ക് അതിലേക്ക് പോയ ആളുകൾ അവർ പച്ച മുശ്രിക്കുകളായി പോയി. അതിന് മൂസാ നബിക്ക് എന്താ കുഴപ്പം? മഹാനായ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിന് എന്താ കുഴപ്പം? അവർക്കൊരു കുഴപ്പമില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിനോ മുജാഹിദ് ആദർശത്തിനോ യാതൊരു നിലക്കും അതിന്റെ പേരിൽ എന്തില്ല, പ്രശ്നമില്ല. മനസ്സിലായില്ലേ? അതിന്റെ പേരിൽ മുജാഹിദുകൾക്ക് ഒരു പ്രശ്നമില്ല. 10 ആളുകൾ ഇവിടുന്ന് പോയി എന്നാണ്. നമുക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തിന് പിളർന്ന് എത്രയോ ആളുകൾ മടപൂരികളായിപ്പോയി, ഹദീസ് നിഷേധ പ്രസ്ഥാനത്തിലെ ആളുകളായിപ്പോയി. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു നഷ്ടം വന്നോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അഭൂതപൂർവമായ വളർച്ചയായിരുന്നു പിന്നെയുള്ള 10 കൊല്ലക്കാലം എന്ന് പറയുന്നു. സത്യത്തിൽ ഇപ്പം മൊത്തത്തിൽ ശുദ്ധീകരണം നടക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ. കാരണം ഇതിൽ വന്ന് ഭൗതികമായ താല്പര്യങ്ങളും മറ്റു താല്പര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ അള്ളപ്പം എന്താക്കുകയാണ്? പുറന്തള്ളുകയാണ്. ആ പുറന്തള്ളലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ശുദ്ധീകരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽപ്പെട്ട എല്ലാ ചപ്പുചണ്ടികളെയും പുറത്താക്കി ഇതിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു ശ്രമമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ നടപടിക്രമമാണത്. ആ നടപടിക്രമമാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ പേരിൽ നമ്മൾ ആരും ബേജാറാകാനില്ല. 100 പേര് എന്നത് പച്ചനുണയാണ്. ഈ അജ്മലും അവന്റെ കൂടെയുള്ള ആളുകളും അവരോടൊപ്പം ചേർന്നു എന്നാണ് അവിടുന്ന് കിട്ടുന്ന വിവരം. അതെന്നെ 10ൽ താഴെയുള്ള ആളുകൾ, അവരാകട്ടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എന്തെങ്കിലും സ്ഥാനം വഹിച്ചവരോ ഒന്നുമല്ല.